ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസ് രണ്ടാമത്തെ പാർട്ടിലെ ജോഗ്രഫിയിൽ നിന്നുള്ള ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചാപ്റ്റർ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഹിമാലയത്തെക്കുറിച്ച് ആണ് പഠിച്ചത്, ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് പഠിച്ചത്. അതുപോലെ തന്നെ കാശ്മീർ ഹിമാലയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ ഹിമാചൽ ഹിമാലയത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഹിമാലയം പ്രധാനമായും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാലയം. അപ്പോൾ ഹിമാചൽ ഹിമാലയം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഏത് സംസ്ഥാനമാണ് അവിടെ ഉൾപ്പെടുന്നത്? ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന പ്രദേശമാണ് ഹിമാചൽ ഹിമാലയം. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികളാണ് ചിനാബ്, രവി, ബിയാസ് എന്നിവ. അപ്പോൾ ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന നദികൾ ഏതെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? അതാണ് ചിനാബ്, രവി, ബിയാസ് എന്നിവ. ഈ പ്രദേശത്തെ പർവ്വതനിരകളാണ് ദൗളാദർ, പീർ പഞ്ചാൽ എന്നിവ. അപ്പോൾ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പർവ്വതനിരകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെ നമുക്ക് പറയാൻ കഴിയും? ദൗളാദർ, പീർ പഞ്ചാൽ എന്നിവ ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പർവ്വതനിരകളാണ്. പർവ്വതഭാഗങ്ങളിൽ അനേകം ശുദ്ധജല തടാകങ്ങൾ കാണാം. അപ്പോൾ ഈ പർവ്വതഭാഗങ്ങളിൽ ദൗളാദർ, അതുപോലെ പീർ പാഞ്ചാൽ തുടങ്ങിയ പർവ്വതഭാഗങ്ങളിലൊക്കെ എന്തുണ്ട്? ധാരാളം അനേകം ശുദ്ധജല തടാകങ്ങളുണ്ട്. ചന്ദ്രതാൽ, സൂരജ് താൽ എന്നിവ ഇവയിൽ ചിലതാണ്. അപ്പോൾ സൂരജ് താൽ, അതുപോലെ ചന്ദ്രതാൽ എന്നിവ ചില തടാകങ്ങൾക്ക് ഉദാഹരണമാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരാലാച്ച ചുരവും കുളു താഴ്വരയെ ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവുമാണ് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ. അപ്പോൾ ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ പറഞ്ഞത്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരാലാച്ചല ചുരം. അപ്പോൾ ഹിമാചൽ പ്രദേശിനെ ഏതുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? ബാരാലാച്ചില ചുരം. ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലാച്ചില ചുരം. അതുപോലെ തന്നെ കുളു താഴ്വരയെ ലാഹോൾ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരം. അപ്പോൾ റോഹ്താങ് ചുരം ഏതൊക്കെയാണ്? കുളു താഴ്വരയെ ഏതൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ലാഹോളും സ്പിതിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? റോഹ്താങ് ചുരം എന്ന് പറയുന്നത്. ഇനി ഇതാണ് ഇവിടെ തന്നിട്ടുള്ളതാണ്. ഏതാണ്? ചന്ദ്രതാൽ തടാകം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ചന്ദ്രതാൽ തടാകം. ഇനി ഇവിടെ റോഹ്താങ് ചുരം തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു റോഹ്താങ് ചുരം എന്ന് പറഞ്ഞാൽ കുളു താഴ്വരയെ ഏതൊക്കെയായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? ലാഹോളും, അതുപോലെ ലാഹോളും സ്പിതിയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ റോഹ്താങ് ചുരം എന്ന് പറയുന്നത്. കുളു, കാംഗ്ര, ലാഹോൾ തുടങ്ങിയ മനോഹരമായ താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. അപ്പോൾ ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കുളു, കാംഗ്ര, ലാഹോൾ തുടങ്ങിയവ മനോഹരമായ താഴ്വരകളാണ്. അതുപോലെ സുഖവാസ കേന്ദ്രങ്ങളായ ഏതൊക്കെയാണ്? ഷിംല, മണാലി എന്നിവ
പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളാണ്. ഇത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ചുടുനീരുറവകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇവിടെ പലയിടങ്ങളിലായിട്ട് ചുടുനീരുറവകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ചുടുനീരുറവകൾ കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് ഈ ഏതാണ് നമ്മുടെ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹിമാലയത്തിലെ ചുരങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അവിടെയുള്ള പർവ്വതങ്ങൾ പഠിച്ചു. പിന്നെന്താണ്, അവിടെയുള്ള താഴ്വരകൾ പറഞ്ഞു. കുളു, കാംഗ്ര, ലാഹോൾ തുടങ്ങിയ മനോഹരമായ താഴ്വരകളാണ് നമ്മുടെ ഹിമാലയത്തിലുള്ളത്. ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളാണ് ഷിംല, മണാലി എന്നിവ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ചുടുനീരുറവകൾ പല സ്ഥലങ്ങളിലും കാണപ്പെടുന്നുണ്ടെന്നും പഠിച്ചു. അപ്പം ഇതാണ് മനോഹരമായ കുളു താഴ്വര എന്ന് പറയുന്നത്. ചുടുനീരുറവകൾ രൂപപ്പെടുന്നത് എങ്ങനെ? അപ്പോൾ ചുടുനീരുറവകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ഈ ചുടുനീരുറവകൾ രൂപപ്പെടുന്നത്? മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിൻ്റെ ഭാഗമാകുന്നു. അപ്പോൾ മഴവെള്ളം എന്ത് ചെയ്യുന്നു? ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങി അതെന്ത് ചെയ്യും? അത് ഭൂഗർഭജലത്തിൻ്റെ ഭാഗമാകും. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനിടയിലെ ശിലാപാളി ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പർവ്വത രൂപീകരണം നടക്കുന്ന സ്ഥലങ്ങളിലെ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്ന ഇടങ്ങളിൽ എന്ത് ചെയ്യും? ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ എന്ത് ചെയ്യുന്നു? ചൂടുപിടിക്കുന്നു. ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നതാണ് ചുടുനീരുറവകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശിലകൾ എന്ത് ചെയ്യുന്നു? ഭൂഗർഭത്തെ ചൂടാക്കി ഈ ചൂടുപിടിച്ച ഭൂഗർഭജലം എവിടെ ഉറവകളായി എത്തുന്നു? ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചുടുനീരുറവകൾ എന്ന് പറയുന്നത്. ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം ചുടുനീരുറവകൾ കാണാം. അപ്പോൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ എന്തുണ്ട്? ധാരാളം ചുടുനീരുറവകൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിലുണ്ട്. ഉദാഹരണം നുബ്ര താഴ്വര, മണികരൺ, ഖിർഗംഗ. ചുടുനീരുറവകളിൽ നിന്നുള്ള ഭൗമ താപോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ചുടുനീരുറവകൾ കാണുന്ന സ്ഥലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? നുബ്ര താഴ്വരയിലും മണികരൺ, ഖിർഗംഗ എന്നിവിടങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ചുടുനീരുറവകൾ കാണപ്പെടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ചുടുനീരുറവകളിൽ നിന്ന് ഭൗമ താപോർജം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഹിമാചൽ പ്രദേശിലെ മണികരൺ ചുടുനീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ചുടുനീരുറവയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഹിമാചൽ പ്രദേശിലെ സ്ഥലമാണ് ഏത്? മണികരൺ. അടുത്ത് നമ്മൾ പറയുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറഞ്ഞാൽ ഏത് മുതൽ ഏത് വരെയാണ്? സത്ലജ് നദി മുതൽ കാളി നദി വരെയാണ് ഏത്? നമ്മുടെ ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പോൾ ഇത് സത്ലജ് മുതൽ കാളി നദി വരെയുള്ള പ്രദേശമാണ്. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമയൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉത്തരാഖണ്ഡ് ഹിമാലയം സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണെന്ന് നമ്മൾ പഠിച്ചു. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്നത് ഗഡ്വാൾ ഹിമാലയം എന്നാണ്. ഗഡ്വാൾ ഹിമാലയം. അതുപോലെ കിഴക്കൻ ഭാഗം കുമയൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ പടിഞ്ഞാറൻ ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗഡ്വാൾ ഹിമാലയം എന്നറിയപ്പെടുന്നു. കിഴക്കൻ ഭാഗം അറിയപ്പെടുന്ന പേരാണ് കുമയൂൺ ഹിമാലയം. നന്ദാദേവി, കാമെറ്റ്,
ബദരീനാഥ്, കേദാർനാഥ് തുടങ്ങി ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കൊടുമുടികളാണ് ഏതെല്ലാം? നന്ദാദേവി, അതുപോലെ കാമറ്റ്, ബദരീനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, അതുപോലെ യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിതാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലുള്ളതാണ് ഏതൊക്കെയാണ്? ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, അതുപോലെ യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിറ്റാൽ, അതുപോലെ ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. അപ്പോൾ ഇവിടെ ഈ നൈനിത്താളിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ഇതാണ് നൈനിത്താൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത് ഇവിടെ? സത്ലജ് മുതൽ കാളി നദി വരെയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പഠിച്ചു. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഗഡ്വാൾ ഹിമാലയം എന്നറിയപ്പെടുന്നു. കിഴക്കൻ ഭാഗം ഏതാണ്? കുമയൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട കൊടുമുടികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. നന്ദാദേവി, കാമറ്റ്, ബദരീനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ എവിടെയുണ്ട്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഗംഗ, യമുന എന്നിവയുടെ ഉത്ഭവസ്ഥാനങ്ങളായ ഗംഗോത്രി, യമുനോത്രിയൊക്കെ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. അതുപോലെ തന്നെ നൈനിറ്റാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും എവിടെയാണ്? നമ്മുടെ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ദൂൺസ് അഥവാ ഡൂണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡൂണ് അല്ലെങ്കിൽ ദൂണുകൾ എന്ന് പറയുന്നത് എന്താണ്? ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ദൂണുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ദൂണുകൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് തിരിച്ചും ചോദിക്കാം. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂൺ ഇതിൽ പ്രസിദ്ധമാണ്. അപ്പോൾ അല്ലെങ്കിൽ ദേരാദൂൺ എന്നാണ് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ദേരാദൂൺ അഥവാ ഡെറാഡൂൺ എന്ന് പറയുന്നത് ഈ ഡൂണുകളിൽ എന്താണ്? പ്രസിദ്ധമാണ്. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഏത് ഭാഗത്താണ്? നമ്മുടെ ഈ ലെസർ ഹിമാലയത്തിൽ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ഏത്? നമ്മുടെ ബുഗ്യാൽ എന്ന് പറയുന്നത്. വേനൽക്കാല പുൽമേടാണ് ബുഗ്യാൽ. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ ശൈത്യകാലത്ത് എന്താണ്? ഈ ബുഗ്യാലുകൾ നേരത്തെ നമ്മൾ എന്താണ് ഗുൽമർഗിൻ്റെ മാർഗുകളുടെ കാര്യം പറഞ്ഞതുപോലെ ഈ ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തുന്നു. ഇനി അതിന് ഉദാഹരണമാണ്, ബുഗ്യാലുകൾക്ക് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ദയാര ബുഗ്യാൽ, അതുപോലെ ഗോർസോൺ ബുഗ്യാൽ, ഇതൊക്കെ ബുഗ്യാലുകൾക്ക് ഉദാഹരണമാണ്. ഏതൊക്കെയാണ്? ദയാര ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാലും ഒക്കെ എന്തിനുദാഹരണമാണ്? ബുഗ്യാലുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഉയർന്ന പർവ്വതച്ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാലുകൾ എന്ന് പറഞ്ഞു. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബുഗ്യാലുകൾ എന്ത് ചെയ്യുന്നു? ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടത്തും വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ ബുഗ്യാലുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ദയാര ബുഗ്യാലും ഗോർസോൺ ബുഗ്യാലുമാണ്.
ബുഗ്യാലും ആട്ടിടയന്മാരും. അടുത്ത നമ്മൾ ഇവിടെ ഗഡ്വാൾ മേഖലയിലെ ഒരു ബുഗ്യാൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ബുഗ്യാലും ആട്ടിടയന്മാരും എന്താണ്? ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ വൃക്ഷരേഖയ്ക്കും ഹിമരേഖയ്ക്കുമിടയിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് ഗഡ്വാൾ മേഖലയിലെ ബുഗ്യാൽ എന്നറിയപ്പെടുന്നു. അപ്പോൾ ബുഗ്യാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് ഗഡ്വാൾ മേഖലയിൽ ബുഗ്യാൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ബുഗ്യാൽ എന്നറിയപ്പെടുന്ന പുൽമേടുകൾ എന്താണ്? ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് ഈ ഗഡ്വാൾ മേഖലയിലെ ബുഗ്യാൽ എന്നറിയപ്പെടുന്ന പുൽമേടുകൾ. ശൈത്യകാലങ്ങളിൽ മഞ്ഞ് മൂടുന്ന ബുഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ പച്ച പുതച്ച് പുൽമേടുകളായി മാറുന്നു. അപ്പോൾ ശൈത്യകാലത്ത് എന്ത് ചെയ്യും? മഞ്ഞ് മൂടി മഞ്ഞിനടിയിലാകും. പക്ഷേ വേനലാവുമ്പോൾ എന്ത് ചെയ്യുന്നു? മഞ്ഞൊക്കെ മാറി അത് എന്ത് ചെയ്യുന്നു? പച്ച പുതച്ച് പുൽമേടുകളായി മാറുന്നു. ഈ അവസരങ്ങളിൽ താഴ്വാരങ്ങളിൽ നിന്നും ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായി ബുഗ്യാലുകളിലെത്തുന്നു. അപ്പോൾ ഈ സമയത്താണ് താഴ്വാരങ്ങളിൽ നിന്ന് ആട്ടിടയന്മാർ ബുഗ്യാലുകളിലെത്തുന്നത്. താഴ്വാരങ്ങൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ ഇവർ താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തുമൃഗങ്ങളോടൊപ്പം വസിക്കുന്നു. അപ്പോൾ വേനൽക്കാലമാകുമ്പോൾ ഇവർ താഴ്വാരങ്ങൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് ഇവരെന്ത് ചെയ്യും? സമൃദ്ധമായ പച്ചപ്പുള്ള ഈ ബുഗ്യാലുകളിൽ താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി അവിടെ വളർത്തുമൃഗങ്ങളോടൊപ്പം അവർ വസിക്കുന്നു. മഞ്ഞുകാലം ആരംഭത്തോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വാരങ്ങളിൽ വസിക്കുന്നു. വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കും ഇടയന്മാരുടെ കാലി ദേശാടനത്തെ ട്രാൻസ് ഹ്യൂമൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലി ദേശാടനത്തിന് പറയുന്ന പേരാണ് ട്രാൻസ് ഹ്യൂമൻസ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വേനൽക്കാലമാകുമ്പോൾ എല്ലാ സ്ഥലവും വരണ്ടുണങ്ങുമ്പോൾ ഇവിടെ മാത്രം എന്ത് ചെയ്യുന്നു? നല്ല പച്ചപ്പുള്ള ബുഗ്യാലുകൾ ഇവർ താൽക്കാലിക പാർപ്പിടങ്ങളും ഉണ്ടാക്കി അവിടെ എന്ത് ചെയ്യും? വളർത്തുമൃഗങ്ങളോടൊപ്പം അവിടെ കഴിയും. അപ്പം മഞ്ഞുകാലം ആരംഭത്തോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ എന്ത് ചെയ്യും? അവിടുത്തെ താഴ്വാരങ്ങളിൽ ഇവർ വസിക്കും. അങ്ങനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? ട്രാൻസ് ഹ്യൂമൻസ് എന്നിവരെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവർ വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലും തിരിച്ചും എന്ത് ചെയ്യുന്നു? പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ ഈ കാലി ദേശാടനത്തിന് പറയുന്ന പേരാണ് എന്ത്? ട്രാൻസ് ഹ്യൂമൻസ് എന്നാണ് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് മധ്യ ഹിമാലയമാണ്. മധ്യ ഹിമാലയം. അപ്പോൾ എന്താണ് മധ്യ ഹിമാലയം എന്ന് നോക്കാം. മധ്യ ഹിമാലയം കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ മധ്യ ഹിമാലയം എന്ന് പറഞ്ഞാൽ ഏത് മുതൽ ഏത് വരെയാണ്? കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശത്തിനെയാണ് നമ്മൾ മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ്. അപ്പോൾ ഈ മധ്യ ഹിമാലയത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നേപ്പാളിൽ ആണ്. അതുകൊണ്ട് ഈ പ്രദേശത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നേപ്പാൾ ഹിമാലയം. മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ പ്രദേശങ്ങൾ മാത്രമാണ്? മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറുള്ള സിക്കിം. അപ്പോൾ മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ സിക്കിമും ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഏത്? നമ്മുടെ മധ്യ ഹിമാലയത്തിൽ ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. അപ്പോൾ നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നേപ്പാളിലാണ്.
കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. അതുപോലെ കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്താണ്. അപ്പോൾ മധ്യ ഹിമാലയത്തിലുള്ള കൊടുമുടികളാണ് ഏതൊക്കെയാണ്? മൗണ്ട് എവറസ്റ്റ്, അതുപോലെ കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും എവിടെയാണ്? മധ്യ ഹിമാലയത്തിലാണ്. കുതിച്ചൊഴുകുന്ന ടീസ്റ്റ നദിയും അതിൻ്റെ നദീതീര തട്ടുകളും സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കുതിച്ചൊഴുകുന്ന ടീസ്റ്റ നദിയും സിക്കിമിൻ്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് ടീസ്റ്റ നദി എന്ന് പറയുന്നത്. ഈ കുതിച്ചൊഴുകുന്ന ടീസ്റ്റ നദിയും അതിൻ്റെ നദീതീര തട്ടുകളും സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതയാണ്. അടുത്ത്, ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചു. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചു. അപ്പോൾ തേയില കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിലേറെ പ്രസിദ്ധമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഡാർജിലിംഗ് തേയില എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വളരെയേറെ പ്രസിദ്ധമാണ്. അപ്പോൾ മധ്യ ഹിമാലയത്തിലുള്ളതാണ് ഡാർജിലിംഗ്. ഇവിടുത്തെ തേയില എന്താണ്? അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. ഇന്ത്യയിൽ ഉൾപ്പെടുന്ന മധ്യ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങൾ ഭൂപടത്തിൽ നിന്ന് കണ്ടെത്താനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് കിഴക്കൻ ഹിമാലയമാണ്. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. അപ്പോൾ കിഴക്കൻ ഹിമാലയം ഏത് മുതൽ ഏതുവരെയാണ്? പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളാണ് കിഴക്കൻ ഹിമാലയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. അപ്പോൾ ടീസ്റ്റ നദി എന്ന് പറയുന്നത് ഏത് മുതൽ ഏതുവരെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ടീസ്റ്റ നദി മുതൽ കിഴക്കൻ ഹിമാലയം കാണപ്പെടുന്നത് ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെയാണ്. അസം ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നഞ്ച ബർവ എന്ന് പറയുന്നത്. അപ്പോൾ അസം ഹിമാലയം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? കിഴക്കൻ ഹിമാലയം. അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അസം ഹിമാലയം എന്ന് പറയുന്നത്. ഇനി ഈ മേഖലയിലെ പ്രധാന കൊടുമുടി ഏതാണ്? നഞ്ച പർവ്വയാണ് ഈ മേഖലയിലെ പ്രധാന കൊടുമുടി. നഞ്ച പർവ്വതത്തിൻ്റെ ഉയരം എത്ര കിലോമീറ്ററാണ്? 7756 മീറ്ററാണ് ഈ നഞ്ച പർവ്വതത്തിന് ഉള്ളത്. 7756 മീറ്റർ. ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ് പ്രധാന നദികൾ. അപ്പോൾ ബ്രഹ്മപുത്ര, അതുപോലെ കാമങ്, പിന്നെ ലോഹിത്, സുബൻസിരി എന്നിവ എവിടത്തെ പ്രധാന നദികളാണ്? കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദികളാണ്. അടുത്ത് നമ്മൾ പറയുന്നത് അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോംഡില, മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയവ പ്രധാന ചുരങ്ങളാണ്. അപ്പോൾ ഈ ഏതാണ് നമ്മുടെ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ ഏതൊക്കെയാണ്? അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോംഡില ചുരം. അപ്പോൾ അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോംഡില ചുരം എന്ന് പറയുന്നത്. അതുപോലെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയവ പ്രധാന ചുരങ്ങളാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ചുരത്തിൻ്റെ പേരെന്താണ്? അത് ദിഫു ആണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന ചുരങ്ങളെന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് പൂർവാചൽ കുന്നുകളാണ്. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം, വടക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത്.
സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാചൽ കുന്നുകൾ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ പൂർവാചൽ കുന്നിൻ്റെ പ്രത്യേകത എന്താണ്? ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം, വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് ഈ പൂർവാചൽ കുന്നുകൾ കാണപ്പെടുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത, സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാചൽ കുന്നുകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ പൂർവാചൽ കുന്ന്, ഇതാണ് പൂർവാചൽ കുന്നെന്ന് പറയുന്നത്. ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്, കാണുക. അപ്പോൾ എന്താണ്? ഇതാണ് പൂർവാചൽ കുന്നുകൾ. അപ്പോൾ പൂർവാചൽ മേഖലയിലെ ഒരു കുന്നിൻ പ്രദേശമാണിത്. പട്കായിബും, നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. അപ്പോൾ ഈ കുന്നുകളിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ്? പട്കായിബം കുന്നുകൾ, നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസ് സെൻട്രം എന്നീ പ്രദേശങ്ങളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂർവാചൽ കുന്നുകളിലാണ്. നദികൾ മുറിച്ചു കടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങളാണ് ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നദികൾ മുറിച്ചു കടക്കുന്നതിനായിട്ട് എന്താണ്, മരങ്ങളുടെ വേരുകൾ വെച്ചിട്ട് ഒരു പാലം ഉണ്ടാക്കും. അങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന പാലങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്ന പാലങ്ങൾ. ഈ പ്രദേശത്തെ മനുഷ്യർ പ്രകൃതിയോട് എത്രമാത്രം ഇണങ്ങിയാണ് ജീവിക്കുന്നത് എന്നതിൻ്റെ നേർക്കാഴ്ചയാണിത്. അടുത്ത് കെയ്ബുൾ ലംജാവോ. അടുത്ത് നമ്മൾ പഠിക്കുന്നത് കെയ്ബുൾ ലംജാവോയെ കുറിച്ചാണ്. ചലിക്കുന്ന ദേശീയോദ്യാനം. അപ്പോൾ കെയ്ബുൾ ലംജാവോ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചലിക്കുന്ന ദേശീയോദ്യാനമാണ് കെയ്ബുൾ ലംജാവോ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിലാണ് ലോക്തക്ക് മണിപ്പൂരിലാണ് കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ്? വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിലാണ് എന്ത്? കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യ അവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുംഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പുംഡി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പുംഡി എന്ന് പറഞ്ഞാൽ എന്താണ്? തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും അതുപോലെ മണ്ണിൽ ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളുമാണ് എന്തെന്ന് പറയുന്നത്? പുംഡി എന്ന് പറയുന്നത്. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പുംഡികൾ ചേർന്നതാണ് കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ഏതിൻ്റെ? ലോക്തക് തടാകത്തിലെ പുംഡികൾ ചേർന്നതാണ് കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റംസാർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇനം കൂടിയാണിത്. അപ്പോൾ ഈ കെയ്ബുൾ ലംജാവോ തടാകത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് നമ്മുടെ കെയ്ബുൾ ലംജാവോ തടാകത്തിന് റംസാർ തണ്ണീർത്തട സംരക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവയാണ്. അടുത്ത് നമ്മൾ പറയുന്നത് കാലാവസ്ഥയാണ്. ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥ വിഭാജകം തീർക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ്? നമ്മുടെ ഇന്ത്യയുടെ വടക്കൻ അതിര നമുക്കറിയാം ഹിമാലയ പർവ്വതമാണ്. അതുപോലെ തന്നെ തുടർ പർവ്വതങ്ങളും ചേർന്ന് എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ എന്ത് ചെയ്യുന്നു? ഒരു കാലാവസ്ഥ വിഭാജകം തീർക്കുന്നു. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു.
അപ്പോൾ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് എന്ത് ചെയ്തിരിക്കുന്നു, വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഹിമാലയ പർവ്വതത്തിൻ്റെ കാലാവസ്ഥ പിന്നെ നമ്മുടെ പ്രധാന കാലാവസ്ഥ എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തെയും ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് എങ്ങനെയാണ്, വ്യത്യാസമാണ്. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വതച്ചെരുവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. അപ്പോൾ എവിടെയൊക്കെയാണ് മിതോഷ്ണ കാലാവസ്ഥയുള്ളത്? ഉയരം കുറഞ്ഞ പർവ്വതച്ചെരുവുകളിലും, അപ്പോൾ താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വതച്ചെരുവുകളിലും സിവാലിക് മല അടിവാരങ്ങളിലും, ഈ സിവാലിക്കിൻ്റെ മലയടിവാരങ്ങളിലും എന്താണ് സാധാരണ പിന്നെ കുറഞ്ഞ താപനിലയും ആയിരിക്കും. അപ്പം മിതോഷ്ണ കാലാവസ്ഥയാണ്. എവിടെയൊക്കെ മിതോഷ്ണ കാലാവസ്ഥ എവിടെയൊക്കെയാണ് വരുന്നത്? ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയാണ്. എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ ഉയരം കുറഞ്ഞ പർവ്വതമാണെങ്കിൽ അവിടെ എന്താ ഉള്ളത്? കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവസമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. അപ്പോൾ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ എവിടെയൊക്കെയാണ്? ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും അതുപോലെ ലഡാക്ക് മേഖലയിലും എന്താണ് ലഡാക്ക് മേഖലയിലുമാണ് ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചെന്ന് നിന്നാൽ അവിടെ എന്താണ് ധ്രുവ പ്രദേശങ്ങളിൽ ചെന്ന് നിൽക്കുന്ന അതേ ഒരു ഫീലിലായിരിക്കും, അല്ലെങ്കിൽ അത് ഒരു ഫീലായിരിക്കും നമുക്കുണ്ടാവുക. തീവ്ര ശൈത്യ കാലാവസ്ഥയാണ് എവിടെയാണ്? ഈ ലഡാക്കിലൊക്കെ ഉണ്ടാകുന്നത്. ഹിമാലയ പർവ്വത പ്രദേശത്ത് ധാരാളം സുഖവാസ കേന്ദ്രങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞ് വീഴ്ച സാധാരണമാണ്. അപ്പോൾ എന്താ പറഞ്ഞേ? സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നുണ്ട്. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും എന്ത് ലഭിക്കുന്നുണ്ട്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞ് വീഴ്ച സാധാരണമാണ്. അപ്പോൾ ഈ പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളുടെ പ്രത്യേകത എന്താണ്? അവിടെ മഞ്ഞ് വീഴ്ച സാധാരണമാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കുമിടയിലെത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് എന്ത് ചെയ്യുന്നു? പെയ്തൊഴിയുന്നു. അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ എവിടെയൊക്കെ എത്തുമ്പോഴാണ്? ആസാം ഹിമാലയത്തിനും പൂർവാചൽ കുന്നിനുമിടയിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? ഏറെക്കുറെ മുഴുവനും എന്തായി മാറും? നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അപ്പോൾ കൂടുതലും ഇതെന്ത് ചെയ്യുന്നു? ആ പ്രദേശത്ത് പെയ്തൊഴിയുകയാണ് ചെയ്യുന്നത്. അതിനോട് അതിനാൽ എന്താണ് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ എന്തില്ല? എന്തുണ്ടാവുന്നു? ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് നദീ വ്യവസ്ഥയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഹിമാലയൻ നദീ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നതാണ് എന്ത്? ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ്. അപ്പോൾ ഇവയ്ക്ക് പ്രത്യേകത എന്താണ്? വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഏതാണ്? ഹിമാലയൻ നദികളെന്ന് പറയുന്നത്. പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത്. അപ്പോൾ ഈ നദികൾക്ക് പർവ്വത പ്രദേശത്ത് എങ്ങനെയാണ്? അതിശക്തമായ നീരൊഴുക്കാണ് ഹിമാലയൻ നദികൾക്ക് എവിടെയുള്ളത്? പർവ്വത പ്രദേശത്തുള്ളത്. സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതി മാറി ഒഴുകലും സാധാരണയാണ്. സാധാരണയായി ഇതെന്ത് ചെയ്യുന്നു? പർവ്വത പ്രദേശങ്ങളിൽ
പർവ്വത പ്രദേശത്തെ അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത്. അപ്പോൾ ഹിമാലയൻ നദികൾ പർവ്വത പ്രദേശത്താണ് ശക്തമായിട്ട് എന്ത് ചെയ്യുന്നത്, ഒഴുകുന്നത്. സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതിമാറി ഒഴുകലും സാധാരണ. അപ്പോൾ ഇത് സമതല പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നു, വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു. അതുപോലെ തന്നെ ഇവിടെ ഗതിമാറിയൊക്കെ ഈ നദികൾ ഒഴുകാറുണ്ട്. ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ വിരൂപ താഴ്വരകളും സൃഷ്ടിക്കുന്നു. ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നത് എവിടെയാണ്? ഈ പർവ്വത ഭാഗങ്ങളിലാണ്. അപ്പോൾ ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? വിരൂപ താഴ്വരകൾ സൃഷ്ടിക്കുന്നു. അതുപോലെ ഗിരികന്ധരങ്ങൾ എന്ത് ചെയ്യുന്നു? അതുപോലെ വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ. അപ്പോൾ ഗിരികന്ധരം, അതുപോലെ വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങളൊക്കെ ആര് ഉണ്ടാക്കുന്നു? ഹിമാലയൻ നദികൾ ഉണ്ടാക്കുന്നു. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് വെള്ളച്ചാട്ടങ്ങളെക്കുറിച്ചാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് വെള്ളച്ചാട്ടം? നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും, അപ്പോൾ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഉയരത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടം. അപ്പോൾ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നദിയുടെ ഉയരത്തിൽ നിന്ന്, നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്ന് വെള്ളം എന്ത് ചെയ്യുന്നു? നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതിനെ വെള്ളച്ചാട്ടം എന്ന് പറയുന്നു. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പ് കുറഞ്ഞ ശിലകൾ കൂടുതലായി അപരദന വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാൻ കാരണം. അപ്പോൾ നദി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഉറപ്പ് കുറഞ്ഞ ശിലകൾ കൂടുതലായി എന്ത് ചെയ്യും? അപരദനത്തിന് വിധേയമാകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാൻ കാരണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ പഠിച്ചു. നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്ന് നദീജലം എന്ത് ചെയ്യുന്നു? കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പ് കുറഞ്ഞ ശിലകൾ കൂടുതലായി എന്ത് ചെയ്യുന്നു? അപരദനത്തിന് വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളാൻ കാരണമെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിരൂപ താഴ്വരകളെക്കുറിച്ചാണ് പറയുന്നത്. നദികൾ ഒഴുകുമ്പോൾ എന്ത് ചെയ്യുന്നു? വശങ്ങളിൽ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതീരത്തിൻ്റെ അടിത്തട്ടിലെ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ്? ഈ വിരൂപ താഴ്വരകൾ വശങ്ങളിലെ അപരദനം മൂലം എന്ത് ചെയ്യുന്നു? വീതി വർദ്ധിക്കുന്നു. ഇങ്ങനെ നദീതടത്തിലെ അടിത്തട്ടിൽ അപരദനം മൂലം എന്ത് ചെയ്യുന്നു? ആഴം വർദ്ധിക്കുന്നു. ഈ പ്രവർത്തനങ്ങളാൽ ചരിഞ്ഞ വശങ്ങളോട് കൂടിയ നദീ താഴ്വരകൾ രൂപപ്പെടുന്നു. അപ്പോൾ ഈ പ്രവർത്തനം ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ചരിഞ്ഞ വശങ്ങളോട് കൂടിയ നദീ താഴ്വരകൾ അവിടെ എന്ത് ചെയ്യും? രൂപപ്പെടും. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി അക്ഷരത്തിനോട് സാദൃശ്യമുള്ളതിനാൽ വിരൂപ താഴ്വരകൾ എന്ന്. അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വി അക്ഷരത്തിനോട് സാദൃശ്യമുള്ളതിനാൽ ഇതിനെ എന്തെന്നാണ് പറയുന്നത്? വിരൂപ താഴ്വരകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ അതാണ് വിരൂപ താഴ്വരകൾ. അതുപോലെ ഇനി നമ്മൾ പറയുന്നത് വേനൽക്കാലത്തും വെള്ളപ്പൊക്ക സാധ്യതയുള്ളവയാണ് ഹിമാലയൻ നദികൾ എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഇവിടെ മാനസ സരോവര തടാകത്തിനടുത്ത് ബൊക്കാർച്ചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയും ഇതിൻ്റെ പോഷക നദികളുമാണ് വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. അപ്പം വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം ഏതൊക്കെയാണ്? മാനസ സരോവർ തടാകത്തിനടുത്ത് ബൊക്കാർച്ചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദി. അപ്പോൾ സിന്ധു നദിയുടെ ഉത്ഭവം നമ്മൾ പഠിച്ചു വയ്ക്കുക. മാനസ സരോവർ തടാകത്തിനടുത്ത് ബൊക്കാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ് എന്തുത്ഭവിക്കുന്നത്? സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഇതിൻ്റെ പോഷക നദികളും എന്ത് ചെയ്യുന്നു? വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത് നമ്മുടെ സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളുമാണ്. അടുത്ത രണ്ടാമത്തെ ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിൻ്റെ പോഷക നദികളായ യമുന, ഘാഗ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ഹിമാലയത്തിലെ പ്രധാന നദികൾ.
അപ്പോൾ ഏതൊക്കെയാണ്? ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നാണ് ഏത് നദി ഉത്ഭവിക്കുന്നത്? ഗംഗാ നദിയും അതിൻ്റെ പോഷക നദികളായ യമുന, ഘാഗ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയവയും ഉത്ഭവിക്കുന്നത്. ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ഹിമാലയത്തിലെ പ്രധാന നദികളാണിവ. അപ്പോൾ ഗംഗയും യമുനയും ഒക്കെ ഏതാണ്? നമ്മുടെ ഈ ഗംഗയുടെ പോഷക നദികളായ യമുന, അതുപോലെ ഘാഗ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡിലെ നേപ്പാൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെന്ന് നമ്മൾ പഠിച്ചു. മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളായ ദിബാങ്, ലോഹിത്, മാനസ് അതുപോലെ ഏതൊക്കെയാണ്? കിഴക്കൻ ഹിമാലയത്തിലെ ഇവയാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മാനസ സരോവർ തടാകത്തിനടുത്ത് ഏത് ഹിമാനിയിൽ നിന്നാണ്? ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. അപ്പോൾ ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്ന എവിടെയാണ്? മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. അതിൻ്റെ പോഷക നദികൾ ഏതൊക്കെയെന്ന് പറഞ്ഞു? ദിബാങ്, ലോഹിത്, മാനസ്. ദിബാങ്, ലോഹിത്, മാനസ് എന്നിവ ബ്രഹ്മപുത്രയുടെ എന്താണ്? പോഷക നദികളാണ്. കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹങ്ങളാണ് ഇവയെല്ലാം. അടുത്ത് ഇനി നമ്മൾ മണ്ണിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഹിമാലയ പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? വനമണ്ണും അതുപോലെ പർവ്വത മണ്ണുമാണ് എവിടെ കാണപ്പെടുന്നത്? ഹിമാലയ പ്രദേശത്ത് പൊതുവെ കാണപ്പെടുന്ന മണ്ണ്. പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിൻ്റെ ഘടനയിലും തരി വലിപ്പത്തിലും വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ പർവ്വതത്തിൻ്റെ ഘടന അനുസരിച്ച് മണ്ണിൻ്റെ ഏതിലൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? മണ്ണിൻ്റെ ഘടനയിലും തരി വലിപ്പത്തിലും വ്യത്യാസമുണ്ട്. താഴ്വാരങ്ങളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടിയുള്ളതുമായ മണ്ണാണ് കാണപ്പെടുന്നത്. അപ്പോൾ താഴ്വാരങ്ങളുടെ പ്രത്യേകത എന്താണ്? നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണാണ് താഴ്വാരങ്ങളിലുള്ളത്. ഉയർന്ന ചരിവുകളിൽ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഉയർന്ന ചരിവുകളിൽ എങ്ങനെയുള്ള മണ്ണാണ്? വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണാണ് ഉയർന്ന ചരിവുകളിൽ ഉള്ളത്. വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണിനെ താഴ്വാരകളിൽ നമ്മൾ പറഞ്ഞു നേർത്ത തരികളോട് കൂടിയ ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് താഴ്വാരകളിലുള്ളത്. എന്നാൽ ഉയർന്ന ചരിവുകളിലാണെങ്കിലോ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും ഉണ്ടായിരിക്കുക. താഴ്വാരങ്ങളിൽ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപമാണ് പ്രധാനമായും കാണപ്പെടുന്നത്. അപ്പോൾ താഴ്വാരങ്ങളുടെ പ്രത്യേകത എന്താണ്? എക്കൽ മണ്ണിൻ്റെ നിക്ഷേപമാണ് പ്രധാനമായും കാണപ്പെടുന്നത്. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കാരവോസ് എന്ന് പറയുന്നത്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് കാരവോസ് എന്ന് പറയുന്നത്. അപ്പോൾ കാരവോസ് എന്ന മണ്ണിൻ്റെ പ്രത്യേകത എന്താണ്? നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് ഏത്? ഈ കാരവോസ് എന്ന് പറയുന്നത്. ഇവ കുങ്കുമപ്പൂ കൃഷിക്ക് വളരെ അനുയോജ്യമായ മണ്ണാണ് ഏത്? കാരവോസ് എന്ന് പറയുന്ന ഈ മണ്ണിനം. അപ്പോൾ കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ആ മണ്ണിനമാണ് കാരവോസ് എന്ന് പറയുന്നത്. അപ്പോൾ കാരവോസ് മണ്ണിനം എന്തിന് പ്രധാനപ്പെട്ടതാണ്? കുങ്കുമ കൃഷിക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കാരവോസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് കാരവോസ്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കാരവോസ് ആണ്. ഇനി നമ്മൾ പറയുന്നത് സസ്യജാലങ്ങളെക്കുറിച്ചാണ്. ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം
ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങളിലുള്ള പ്രാദേശിക വ്യത്യാസത്തിന് കാരണം എന്താണ്? അതിൻ്റെ ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ സസ്യജാലങ്ങളിൽ പ്രാദേശിക വ്യത്യാസം ഉള്ളത്. കിഴക്കൻ ഹിമാലയത്തിലും വടക്കൻ കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ 200 സെൻറ്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? കിഴക്കൻ ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിലും എങ്ങനെയാണ് വാർഷിക മഴ ലഭിക്കുന്നത്? ശരാശരി 200 സെൻറ്റിമീറ്ററിന് മുകളിലായിട്ടാണ് വാർഷിക മഴ ലഭിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? കിഴക്കൻ ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിലുമാണ്. അപ്പോൾ കിഴക്കൻ ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിലുമാണ് ഉഷ്ണമേഖല നിത്യഹരിത ഹരിത വനങ്ങൾ എന്ത് ചെയ്യുന്നത്? ധാരാളമായി കാണപ്പെടുന്നത്. ഇവിടെ എങ്ങനെയാണ് ശരാശരി വാർഷിക മഴ എങ്ങനെയാണ് കിട്ടുന്നത്? 200 സെൻറ്റിമീറ്ററിന് മുകളിലാണ് ശരാശരി വാർഷിക മഴ ലഭിക്കുന്നത്. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അനുസൃതമായ മാറ്റം ദൃശ്യമാണ്. അപ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഊഷ്മാവ് കുറയുന്നതിനാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അനുസൃതമായ മാറ്റം ദൃശ്യമാണ്. ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖലാ സസ്യജാലങ്ങളായ തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ കാണാം. അപ്പോൾ ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ഏതൊക്കെ വരെയാണ്? ശൈത്യമേഖലാ സസ്യങ്ങളായ തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളും എവിടെയുണ്ട്? നമ്മുടെ ഈ ഹിമാലയ പ്രദേശങ്ങളിലുണ്ട്. താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും അർദ്ധനിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു. അപ്പോൾ അർദ്ധനിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും ഒക്കെ കാണപ്പെടുന്നത് എവിടെയാ? താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലുമാണ്. അപ്പോൾ താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും എന്തുണ്ട്? അർദ്ധനിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ ആർദ്രമിതോഷ്ണ വനങ്ങൾ കാണാം. അപ്പോൾ ആർദ്രമിതോഷ്ണ വനങ്ങൾ എവിടെയുണ്ട്? ഇവിടെയുണ്ട്. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിലാണ് ആർദ്രമിതോഷ്ണ മേഖലാ വനങ്ങൾ കാണപ്പെടുന്നത്. ആർദ്രമിതോഷ്ണ വനങ്ങൾ. പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപിക അഗ്രവൃക്ഷങ്ങൾ പർവ്വതച്ചെരുവുകളിൽ കൂടുതലായി വളരുന്നു. അപ്പോൾ പർവ്വതച്ചെരുവുകളിൽ കൂടുതലായി വളരുന്ന വൃക്ഷങ്ങൾ ഏതൊക്കെയാണ്? പൈനുണ്ട്, ദേവദാരു തുടങ്ങിയവ. പൈൻ, ദേവദാരു തുടങ്ങിയവ എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്തൂപിക അഗ്രവൃക്ഷങ്ങളായിട്ട് വളരുന്നു. പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപെയർ, റോഡോഡെൻഡ്രോൺ അതുപോലെ ഇവ രണ്ടും എന്ത് ചെയ്യുന്നു? ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ എന്താണ്? പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്തുണ്ടാകും? പ്രദേശത്തിൻ്റെ ഉയരം കൂടിയാൽ അതനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപെർ, റോഡോഡെൻഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണാം. അടുത്ത് നമ്മൾ പറയുന്നത് വന്യജീവി സമ്പത്തിനെ കുറിച്ചാണ്. സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയ പർവ്വത പ്രദേശം വന്യജീവി സമ്പന്നവുമാണ്. അപ്പോൾ വന്യജീവി സമ്പന്നമാണ് നമ്മുടെ ഹിമാലയ പ്രദേശം എന്ന് പറയുന്നത്. ഏതൊക്കെ വന്യമൃഗങ്ങളാണുള്ളതെന്ന് നോക്കാം. യാക്ക്, അതുപോലെ കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങിയ നിരവധി ജീവിവർഗങ്ങളുടെ തനത് ആവാസ കേന്ദ്രമാണ്
എവിടെയാണ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ മൃഗങ്ങളാണുള്ളത്? യാക്കുണ്ട്, കസ്തൂരിമാനുണ്ട്, അതുപോലെ ഒറ്റക്കൊമ്പൻ, കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങിയ നിരവധി ജീവിവർഗങ്ങളുടെ തനതാവാസ കേന്ദ്രമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഹിമാലയം എന്ന് പറയുന്നത്. ജൈവമണ്ഡല റിസർവുകൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയവയെല്ലാം വന്യജീവി സമ്പത്തിൻ്റെ സംരക്ഷണമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ വന്യജീവി സമ്പത്തിൻ്റെ സംരക്ഷണം ആണ് ലക്ഷ്യം വയ്ക്കുന്നത്. എന്തൊക്കെയാണ്? ജൈവമണ്ഡല റിസർവുകൾ, ദേശീയ ഉദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയവയെല്ലാം എന്താണ്? വന്യജീവി സങ്കേതത്തിൻ്റെ സംരക്ഷണമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അടുത്തത് പ്രധാന ദേശീയ ഉദ്യാനങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രധാന ദേശീയ ഉദ്യാനങ്ങൾ. അപ്പോൾ നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയത്തിലെയും കിഴക്കൻ ഹിമാലയത്തിലെയും പ്രധാന ദേശീയ ഉദ്യാനങ്ങൾ ഇവിടെ പഠിക്കും. അപ്പം നോക്കാം. ഡച്ചിങ്ഗാം ദേശീയ ഉദ്യാനം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. അപ്പോൾ ഡച്ചിങ്ഗാം ദേശീയ ഉദ്യാനം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. ഹെമിസ് ദേശീയോദ്യാനം ലഡാക്കിലാണ്. അപ്പോൾ ഡച്ചിങ്ഗാം എവിടെയാണ്? ജമ്മു കാശ്മീർ. പിന്നെ ഹെമിസ് ലഡാക്കിലാണ്. ഹെമിസ് ദേശീയോദ്യാനം ലഡാക്കിലാണ്. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡിലാണ്. കോർബറ്റ് ദേശീയോദ്യാനം എവിടെയാണ്? കോർബറ്റ് ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലാണ്. രാജാജി ദേശീയോദ്യാനവും ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഉത്തരാഖണ്ഡിൽ 2 എണ്ണമുണ്ട്, കോർബറ്റ് ദേശീയോദ്യാനവും രാജാജി ദേശീയോദ്യാനവും. എന്നാൽ പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഹെമിസ് അഥവാ ലഡാക്ക് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ലഡാക്കിലാണ് ഹെമിസ്. അതുപോലെ ഡച്ചിങ്ഗാം ജമ്മു കാശ്മീരിലാണ്. അപ്പോൾ ഒന്നുകൂടി പടിഞ്ഞാറൻ ഹിമാലയത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ ഏതൊക്കെയാണ്? ഡച്ചിങ്ഗാം ജമ്മു കാശ്മീർ, ഹെമിസ് ലഡാക്ക്, പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡ്, കോർബറ്റ് ഉത്തരാഖണ്ഡ്, രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്. ഇനി നമ്മൾ പറയുന്നത് കിഴക്കൻ ഹിമാലയത്തിലെ ദേശീയോദ്യാനങ്ങളാണ്. കാഞ്ചൻജംഗ ദേശീയോദ്യാനം എവിടെയാണ്? സിക്കിമിലാണ് കാഞ്ചൻജംഗ. ദിബ്രു സൈക്കോവ ആസാമിലാണ്. ദിബ്രു സൈക്കോവ എന്ന് പറയുന്നത് ആസാമിലാണ്. നമ്മുടെ ദിബ്രു സൈക്കോവ ആസാം. കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണ്? അതും ആസാമിലാണ്. കാസിരംഗ. മാനസ് ആസാമിലാണ്. അപ്പോൾ കാസിരംഗയും മാനസും ദിബ്രു സൈക്കോവയും എവിടെയാണ്? ആസാമിലാണ്. കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം മണിപ്പൂറാണ്. കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് കൃഷിയാണ്. ഭൂപരമായ പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളിൽ കൃഷി താരതമ്യേന കുറവാണ്. അപ്പോൾ ഇവിടുത്തെ ഭൂമിയുടെ പ്രത്യേകത കാരണം എന്താണ്? ഇവിടെ കൃഷി കുറവാണ്. ഉയരം, ചെങ്കുത്തായ ചെരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് പ്രതികൂല ഘടകങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ്? ഉയരം, അതുപോലെ ചെങ്കുത്തായ ചരിവുണ്ട്, പിന്നെന്തൊക്കെയാണ്? പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില തുടങ്ങിയവ നമ്മുടെ പ്രതികൂല ഘടകങ്ങൾ ആണ്. ഈ കൃഷിക്ക് ഇവിടെ അനുയോജ്യമല്ല. എന്നിരുന്നാലും ഈ പ്രദേശത്തെ ജനങ്ങൾ വിവിധ ഉപജീവന കൃഷികളിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? വിവിധ തരത്തിലുള്ള ഉപജീവനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പർവ്വത ചെരുവുകൾ തട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യുന്നു. അപ്പോൾ ഈ പർവ്വത ചെരുവുകൾ എന്ത് ചെയ്യുന്നു? തട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യുന്നു. നെല്ല്, പയർവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നു. അപ്പോൾ മഴക്കാലത്ത് കൃഷി ചെയ്യുന്ന എന്തൊക്കെയാണ്? നെല്ല്, പയർവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്ത്. അതുപോലെ ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ, ഗോതമ്പും അതുപോലെ മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നു. കിഴക്കൻ ഹിമാലയത്തിൻ്റെ
കിഴക്കൻ ഹിമാലയത്തിൻ്റെ പർവ്വതച്ചെരുവുകളിലും താഴ്വാരങ്ങളിലും പ്രത്യേകിച്ച് ആസാം, ഡാർജിലിംഗ് മേഖലകളിൽ തേയില കൃഷിയാണ് കൂടുതലായുള്ളത്. അപ്പോൾ തേയില കൃഷി ഏറ്റവും കൂടുതലുള്ള പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അപ്പം നമുക്ക് പറയാം ആസാം, ഡാർജിലിംഗ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് തേയില കൃഷി ഏറ്റവും കൂടുതലുള്ളത്. അതിനുള്ള കാരണം എന്താണ്? കിഴക്കൻ ഹിമാലയത്തിൻ്റെ പർവ്വതച്ചെരുവുകളിലും താഴ്വാരങ്ങളിലും പ്രത്യേകിച്ച് ആസാം, ഡാർജിലിംഗ് പ്രദേശങ്ങളിൽ എന്താണ് തേയില കൃഷിയാണ് കൂടുതലായിട്ടുള്ളത്. ആസാം, ഡാർജിലിംഗ് തേയില കൃഷി. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്ര ജനത സാധാരണ മാറ്റുകൃഷി പോലുള്ള പരമ്പരാഗത കൃഷിരീതികൾ പിന്തുടരുന്നവരാണ്. അപ്പോൾ എന്താണ് മാറ്റുകൃഷി എന്ന് പറഞ്ഞാൽ? വടക്കുകിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്ര ജനത സ്ഥാനമാറ്റകൃഷി പോലുള്ള പരമ്പരാഗത കൃഷിരീതികൾ പിന്തുടരുന്നവരാണ്. അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ഹിമാലയത്തിലെ ഒരു ആപ്പിൾ തോട്ടത്തിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ആപ്പിൾ തോട്ടമാണ്. ഇനി മൃഗപരിപാലനം. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിത മാർഗമാണ് മൃഗപരിപാലനം. അപ്പോൾ ഹിമാലയൻ പ്രദേശങ്ങളിൽ ജനങ്ങൾ എന്താണ് മൃഗപരിപാലനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രദേശത്തിൻ്റെ ഉയരക്രമം അനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാൽ വളർത്തുമൃഗങ്ങളുടെ ഇനത്തിലും മാറ്റത്തിലും എന്തുണ്ട് വ്യത്യാസമുണ്ട്, മാറ്റം വരുന്നു. അപ്പോൾ പ്രദേശത്തിൻ്റെ ഉയരക്രമം അനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാൽ വളർത്തുമൃഗങ്ങളുടെ ഇനത്തിലും അതുപോലെ മാറ്റമുണ്ട്. താഴ്വാരങ്ങളിൽ ആട്, പശു തുടങ്ങിയ മൃഗങ്ങളും ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട്, കുതിര തുടങ്ങിയവയും ശൈത്യമേഖലയായ ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളെയും വളർത്തുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവരുടെ മൃഗപരിപാലനം എങ്ങനെയാണ്. മൃഗപരിപാലനം എന്ന് പറയുന്നത് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് മൃഗപരിപാലനമാണ്. പ്രദേശത്തിൻ്റെ ഉയരക്രമം അനുസരിച്ച് ഇവരെന്ത് ചെയ്യുന്നു? കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാൽ വളർത്തുമൃഗങ്ങളുടെ ഇനത്തിലും മാറ്റം വരുന്നു. താഴ്വാരങ്ങളിൽ അവരെന്തൊക്കെ കൃഷി ചെയ്യുന്നു? എന്തൊക്കെ മൃഗങ്ങളെ വളർത്തുന്നു? താഴ്വാരങ്ങളിൽ ആടു, പശു തുടങ്ങിയ മൃഗങ്ങളും, ഉയരം കൂടിയ സ്ഥലമാണെങ്കിൽ പർവ്വത ഭാഗമാണെങ്കിൽ അവിടെ ചെമ്മരിയാട്, കുതിര തുടങ്ങിയവയും, ശൈത്യമേഖലയായ ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളെ, അപ്പോൾ യാക്കിനെ കാണപ്പെടുന്ന എവിടെയൊക്കെയാണ്? ലഡാക്ക്, ഹിമാചൽ എന്നിവിടങ്ങളിലാണ്. അപ്പോൾ ഇവയൊക്കെ വളർത്തുന്നു. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ. അപ്പോൾ ഗുജ്ജറിൻ്റെ പ്രത്യേകത എന്താണ്? ഗുജ്ജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ, പടിഞ്ഞാറൻ ഹിമാലയം അവിടെ പർവ്വത പുൽമേടുണ്ട്. ആ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗത്തിന് പറയുന്ന പേരാണ് ഗുജ്ജർ. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഗുജ്ജർ ജനവിഭാഗത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് ടൂറിസമാണ്. ഭൂപ്രകൃതി സവിശേഷതകൾ അനുകൂലമായതിനാൽ ഹിമാലയ പ്രദേശങ്ങൾ വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഒരു വരുമാനദായക മേഖലയായി മാറിയിട്ടുണ്ട്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഈ മേഖലയിലെ ടൂറിസം വികസനത്തിന് തുടക്കമിട്ടത്. കൈലാസം, അതുപോലെ മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിലുള്ള പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പറയൂ. നമ്മൾ പറയുന്നു എന്തൊക്കെയാണ്? കൈലാസം, മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയവ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ എവിടെയുണ്ട്? നമ്മുടെ ഹിമാലയത്തിലുണ്ട്, ഹിമാലയ പർവ്വത ഭാഗങ്ങളിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തിയിരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തിയിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചതോടെയാണ് ടൂറിസം വികസനത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് അവരെന്ത് ചെയ്തു?
ഇവിടെ കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഈ കാലാവസ്ഥയിൽ ഇവിടങ്ങളിൽ അവർ സുഖവാസ കേന്ദ്രങ്ങൾ എന്ത് ചെയ്തു, വികസിപ്പിച്ചു. ഇതോടെയാണ് ടൂറിസം വികസനത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, മുസോറി, നൈനിറ്റാൾ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഇന്നും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് അവിടെയുള്ളത്? അതാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഡാർജിലിംഗ് ഉണ്ട്, അതുപോലെ ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, മുസോറി, നൈനിറ്റാൾ തുടങ്ങിയവ. 1953 മെയ് 29 ഷെർപ്പ ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിന് ശേഷമാണ് ടൂറിസം വികസനത്തിൻ്റെ മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസം സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിച്ചത്. അപ്പോൾ ഈ ഹിമാലയത്തിൽ ടൂറിസം ഇന്ന് കാണുന്ന ആധുനിക രീതിയിലുള്ള ടൂറിസം സാധ്യതകൾ വികസിച്ചതിനുള്ള പ്രധാന കാരണം എങ്ങനെയാണ്? 1953 മെയ് 29 എന്താണ് പ്രത്യേകത? ഷെർപ്പ ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും കൂടി എന്ത് ചെയ്തു? എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിന് ശേഷമാണ് ടൂറിസം വികസനത്തിൻ്റെ മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസം സാധ്യതകൾ എന്ത് ചെയ്തത്? ഹിമാലയ പ്രദേശത്ത് വികസിച്ചത്. ഇന്ന് പർവ്വതാരോഹണം, പാരാഗ്ലൈഡിങ്, സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാര മേഖലയും ഏറെ വികസിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, പർവ്വതാരോഹകർ ധാരാളം ആളുകൾ പർവ്വതത്തിൽ പോകാനായിട്ട് പോകുന്നു. പാരാഗ്ലൈഡിങ്, അതുപോലെ സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാരങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണ്? ടെൻസിംഗ് നോർഗയാണ്. മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ടെൻസിംഗ് നോർഗെ ഹിമാലയത്തിൽ പോയപ്പം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതാണ്. എന്താണ്? പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് എന്താണ്? പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ് പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഹിമാലയ പർവ്വതം ഒരു പ്രതിബന്ധമല്ല, പകരം പുറം ലോകത്തിലേക്ക് തുറന്നിട്ട കവാടമാണ്. പുതിയ അറിവിൻ്റെയും അതിജീവനത്തിൻ്റെയും അനുരൂപീകരണത്തിൻ്റെയും പാതകളിലേക്ക് തുറന്നിട്ട വാതിലുകളാണ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഒരു ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ എല്ലാവരും ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ 1-2 തവണ ആവർത്തിച്ച് കാണുക. അപ്പോൾ ഒരു പോയിൻ്റ് പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.